വേറെ ഹൗസ് സർജനും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ മോളാണ് ഫുൾ ടൈം അവിടെ പോകുന്നത്. പുള്ളി അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞു വിട്ട് അങ്ങനെ അവധി എടുക്കത്തില്ല, എല്ലാം ആരും ഇല്ല ചാച്ച. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനദാസ് അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. കൊലപാതകം കഴിഞ്ഞ് 9 മാസം പിന്നിടുമ്പോഴാണ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ കുടുംബം രംഗത്ത് വരുന്നത്. പേരൻസിന് അതിന് എൻക്വയറി വേണമെങ്കിൽ CBI എൻക്വയറി അനുവദിച്ചു കൊടുക്കുന്ന തെറ്റില്ല എന്ന് പല ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കാര്യം വന്നപ്പോൾ മാത്രം ഈ പറഞ്ഞേക്കുന്ന ഗവൺമെൻറ് ശക്തമായിട്ട് എതിർക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊന്നുമില്ല. പോലീസിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നതായും കുടുംബം ആരോപിക്കുന്നു. എൻ്റെ മോൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ല. അത് പബ്ലിക്കിന് ഒന്നും അറിയത്തില്ല കാര്യങ്ങൾ. ഇവിടെ FIS-ഉം ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തിരുത്തിക്കാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. മകളുടെ രക്തസാക്ഷിത്വം ആശുപത്രി സംരക്ഷണ ബില്ലിനായി ഉപയോഗിച്ചതായും ചികിത്സ വൈകിയതിനു പിന്നിൽ IMA നേതാക്കളുടെ ഇടപെടലുണ്ടായതായും കുടുംബം സംശയിക്കുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു കൊലപാതകമായതിനാൽ തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസി ഈ കേസ് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം. വന്ദനയുടെ വീടിന് മുന്നിൽ നിന്ന് ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.